നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ പതിവിന് വിപരീതമായി തപ്പിത്തടയുന്ന മാഞ്ചസ്റ്റർ സിറ്റിക്ക് സൗദി അറേബ്യൻ നഗരമായ ജിദ്ദയിൽ നിന്നൊരു സന്തോഷ വാർത്ത. KDB ട്രെയിനിങ് നടത്തിയിരിക്കുന്നു, ടീമിനോടൊപ്പം ട്രെയിനിങ് നടത്തിയിരിക്കുന്നു. ഈ സീസണിൽ നന്നായിട്ട് സിറ്റി കെവിൻ ഡി ബ്രൂയിനെ മിസ് ചെയ്യുന്നുണ്ട്. സീസണിൻ്റെ ആദ്യ കളിയിലാണ് അദ്ദേഹത്തിന് പരിക്കേറ്റത്. വെറും 23 മിനിറ്റാണ് അദ്ദേഹം അന്ന് കളിക്കളത്തിൽ ഉണ്ടായിരുന്നത്. അന്ന് പരിക്കേറ്റ് പുറത്തു പോയതാണ്. ഹീസ് ഓൺലി പ്ലേഡ് 23 മിനിറ്റ്സ് ദിസ് സീസൺ ആഫ്റ്റർ ബീയിങ് ഇൻജോർഡ് ഓൺ ദി ഓപ്പണിംഗ് ഡേ. ഓർക്കുന്നുണ്ടാവും ആരാധകരത്. അങ്ങനെ പരിക്കേറ്റ് പോയതാ, നീണ്ട നാൾ പുറത്തിരുന്നു. അദ്ദേഹം ഇപ്പോഴിതാ മാഞ്ചസ്റ്റർ സിറ്റിയോടൊപ്പം താരങ്ങളോടൊപ്പം ട്രെയിനിങ് നടത്തിയിരിക്കുന്നു. പോസിറ്റീവാണ് കാര്യങ്ങൾ. അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവ് തൊട്ടരികിലെത്തിയിരിക്കുന്നു എന്നർത്ഥം. ഇന്നത്തെ കളി അദ്ദേഹം കളിക്കാനുള്ള സാധ്യത എത്രത്തോളം എന്നുള്ളത് കണ്ടറിയണം. അതിൻ്റെ സാധ്യത കുറവാണ്. പക്ഷേ അധികം വൈകാതെ തന്നെ കെവിൻ ഡി ബ്രൂയിനയെ നമുക്ക് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ജേഴ്സിയിൽ വീണ്ടും കാണാൻ കഴിയും എന്നുള്ള പോസിറ്റീവായിട്ടുള്ള വാർത്തയാണിത്. സിറ്റി ആരാധകർക്ക് ഇത് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. എന്തായാലും ഇന്ന് മാഞ്ചസ്റ്റർ സിറ്റി ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനൽ മത്സരത്തിൽ കളിക്കാൻ ഇറങ്ങുന്നുണ്ട്. രാത്രി ഇന്ത്യൻ സമയം 11:30 ഉറാവ റെഡ്സിനെതിരെ, അതായത് ഏഷ്യൻ ക്ലബ്ബായ ജാപ്പാനീസ് ക്ലബ്ബായ ഉറാവ റെഡ്സിനെതിരെ സൗദി അറേബ്യൻ നഗരമായ ജിദ്ദയിൽ കിങ് അബ്ദുള്ള സ്പോർട്സ് സിറ്റിയിലാണ് കളി നടക്കുന്നത്. എന്തായാലും ഓൾറെഡി ഫൈനലിലേക്ക് എത്തിയിട്ടുണ്ട് ബ്രസീലിയൻ ക്ലബ്ബായ ഫ്ലുമിനൻസ്. ഇനി സിറ്റി അങ്ങോട്ടേക്ക് എത്തുമോ? അങ്ങനെ പെപ്പും ഡിനിസും രണ്ട് മികച്ച പരിശീലകർ തമ്മിലുള്ള പോരാട്ടം കാണാൻ കഴിയുമോ? കാത്തിരിക്കാം. പെപ്പ് പറഞ്ഞിരുന്നല്ലോ, ഡിനിസിൻ്റെ ആ ഒരു ശൈലിയുണ്ടല്ലോ, കൃത്യമായ പൊസിഷൻ ഇല്ലാത്ത ആ തരത്തിലുള്ളൊരു കളിയുണ്ടല്ലോ, അത് എന്താണെന്ന് എനിക്ക് അദ്ദേഹത്തോട് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കണമെന്ന്. അതിനുള്ള അവസരം ലഭിക്കുമോ? കാത്തിരിക്കാം. വീഡിയോ സാധിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.